ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 3 വലിയുള്ളി, 5 തക്കാളി, 4 പച്ചമുളക്, 5 ചുള വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചുമാണ്. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ച് അതിൽ ചീനച്ചട്ടി വെക്കാം. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പം അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന വലിയുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മസാല ചിക്കനിലും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ശേഷം ചീനച്ചട്ടിയിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് വേഗം വെക്കാം കേട്ടോ. അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിന് പോരായുണ്ടോ ചെറിയൊരു സംശയം. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ ശേഷം അടപ്പൊന്ന് മാറ്റി തിളച്ച് വരുന്നുണ്ടായിരിക്കും. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഫൈനൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത സ്പെഷ്യലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.